കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ എ കെ ആന്റണിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഇന്ന് ഡൽഹിയിലെത്തുന്ന എ കെ ആന്റണി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. സച്ചിൻ പൈലറ്റിനെയും ഡൽഹിക്ക് വിളിപ്പിച്ചു. ഡാനും എം ജി മിഥുനും ചേരുന്നുണ്ട്. ഡാൻ, ആന്റണിയെ വിളിപ്പിച്ചിരിക്കുന്നു. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയും ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ. ധന്യ, എ കെ ആന്റണി ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു പ്രതികരണം നമ്മളോട് നടത്തിയിട്ടില്ല. അദ്ദേഹം ഡൽഹിയിലേക്ക് ഇന്ന് വൈകിട്ട് പോകുന്നുണ്ട്. രാത്രി 11 മണിക്ക് ഡൽഹിയിലെത്തും എന്ന വിവരം മാത്രമാണ് പങ്കുവെക്കുന്നത്. പക്ഷേ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി ഇതുവരെയും തന്നിട്ടില്ല. ഒരു പക്ഷേ സോണിയാഗാന്ധിയുമായി നിലവിലെ കോൺഗ്രസുമായി നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി ഈ വിഷയങ്ങൾ വിശദമായി തന്നെ ചർച്ച ചെയ്യും എന്നൊരു സൂചന നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ആരെ പിന്തുണയ്ക്കും, മുതിർന്ന നേതാക്കൾ ആർക്കായിരിക്കും പിന്തുണ നൽകുക എന്ന കാര്യത്തിലാണ് ഇപ്പോഴൊരു അവ്യക്തത തുടരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ പലരും നേതൃസ്ഥാനത്തിരിക്കുന്നവർ ഉൾപ്പെടെ ശശി തരൂരിനെ പിന്തുണയ്ക്കില്ല എന്നൊരു പരസ്യ നിലപാട് ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ഈ അശോക് ഗെഹ്ലോട്ടിനെ മാറ്റി മറ്റൊരു പേരിലേക്ക് AICC ഹൈക്കമാൻഡ് നേതൃത്വം തന്നെ ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ആരെയായിരിക്കും കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇനി പിന്തുണയ്ക്കുക എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതിന് ഉത്തരം തേടാനാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതൃത്വം എ കെ ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് വിശദമായ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെ ശരി, നന്ദി. ഡാൻ, എം ജി മിഥുൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ എ കെ ആന്റണിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ തുടരുന്നതിനിടെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചു എന്നുള്ളതാണ് അവസാനമായി വരുന്നത്. പക്ഷേ അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗെഹ്ലോട്ടാണ് എതിരാളി എന്നുണ്ടെങ്കിൽ എതിരാളിയായി തന്നെ ഉണ്ടാകുമെന്ന് പറയുന്ന സച്ചിന്റെ ഭീഷണി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഈ പവൻകുമാർ ബൻസിലൊക്കെ 2 പത്രിക വാങ്ങി എന്നൊക്കെയാണ് അറിയുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? ധന്യ, രാജസ്ഥാനിലെ പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത് അധ്യക്ഷ ചർച്ചകളിലേക്ക് കൂടി കടന്നതോടുകൂടി തന്നെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു. വലിയ പ്രതിസന്ധി ഇതോടെ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നേതൃത്വത്തെ ചൊടിപ്പിക്കുകയും ചെയ്തത്. അശോക് ഗെഹ്ലോട്ടിനെതിരെ ഇപ്പോൾ നടപടിക്ക് സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം നടപടി മതിയെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ ഈ MLA മാർക്കെതിരെയും ഈ അച്ചടക്ക നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിയമസഭാ കക്ഷി യോഗമടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ 19-ന് ശേഷം, ഒക്ടോബർ 19-ന് ശേഷം മാത്രം തീരുമാനിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിരീക്ഷകർ അടക്കം എത്തിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വൈകിട്ടോട് കൂടി തന്നെ ഈ നിരീക്ഷകർ, അതായത് മല്ലികാർജുൻ ഖാർഗെയും ഒപ്പം തന്നെ അജയ് മാക്കൻ അടക്കം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഈ നിരീക്ഷകരെ നേതൃത്വത്തിന് AICC ഈ രാജസ്ഥാനിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഇവർ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ഇന്ന് തന്നെ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഗെഹ്ലോട്ടിനെ പിണക്കാതെ എങ്ങനെ മറ്റ് നടപടികൾ കൈക്കൊള്ളാമെന്നുള്ളൊരു ആലോചനയാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഗെഹ്ലോട്ട് സോണിയാഗാന്ധിയുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട സന്ദേശം അയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട്. അല്പസമയത്തിന് മുമ്പ് സച്ചിൻ പൈലറ്റ് ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഒരു ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം നൽകാതെയാണ് കടന്നു പോവുകയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കമൽനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെയുണ്ട്. മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള എ കെ ആന്റണി കൂടി എത്തുമ്പോൾ ഒരു സമവായ ശ്രമത്തിലേക്കും ഒപ്പം തന്നെ അധ്യക്ഷ ചർച്ചകളിലേക്ക് ചൂടേറിയ ചർച്ചകളൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് തന്നെ ഈ അധ്യക്ഷ പദവിയിലേക്ക് ആരെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 30-ാം തീയതി രാവിലെ 11 മണി വരെയാണ് സമയപരിധി അവസാനിക്കാനുള്ളത്. അന്ന് ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ അന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏകദേശം മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്. സോണിയാഗാന്ധിയുടെ നിലപാട് നോക്കിക്കണ്ടാണ് മറ്റ് നേതാക്കൾ ഇരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും അധ്യക്ഷനാവണമെന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് ഭൂരിഭാഗം നേതാക്കളും രംഗത്ത് വരികയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ കമൽനാഥും ഇതേ സമാന ആവശ്യം സോണിയാഗാന്ധിക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ പ്രതിസന്ധിക്ക് യാതൊരുവിധ അയവുമില്ല. എന്തായാലും സോണിയാഗാന്ധിയുടെ നിലപാട് ആയിരിക്കും ഏവരും ഉറ്റുനോക്കുന്നത്. രാത്രിയോടുകൂടി ഈ നേതാക്കൾ ഇന്ന് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും, റിപ്പോർട്ട് അടക്കമുള്ളവ സമർപ്പിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
ശരി മിഥുൻ, തിരിച്ചെത്താം. ഗെലോട്ടിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നുള്ള സച്ചിൻ പൈലറ്റിന്റെ ഭീഷണിയായിരുന്നു അവസാനം വന്നത്. അദ്ദേഹവും ഡൽഹിയിൽ ചർച്ചകളിൽ പങ്കെടുക്കും. പോകുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. जो बातें कही हैं तमाम विधायक जो कह रहे हैं क्या सीएम क्या सोनिया गांधी ने राहुल गांधी ने प्रियंका ने कुछ समझ दिया क्या कोई अलग समझ दिया सचिन जी क्या कहना चाहेंगे? सचिन जी क्या कहना चाहेंगे? तमाम विधायक जो कह रहे हैं कुछ तो बोलिए सचिन जी। आपकी चुप्पी को कैसे? सचिन जी कुछ तो बोलिए। सचिन जी आपको कहा जा रहा है कि आपने बगावत की थी और जो अभी चल रहा है वहाँ पे जो अशोक गहलोत के सचिन जी आपकी चुप्पी को कैसे देखेंगे? सचिन बोलिए क्या क्या आला कमान से सचिन जी आप आला कमान से क्या समझ रहा है क्या? आला कमान से कोई समय? सचिन जी आपकी चुप्पी कैसे